everyone! Welcome back to my channel Selm of Games. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ 6 വയസ്സ് മുതലുള്ള ആർക്കും വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് ഡോബിൾ. ഇതിനു മുമ്പ് തന്നെ ഞാൻ ഡോബിളിനെ കുറിച്ചുള്ള വീഡിയോ റിലീസ് ചെയ്തായിരുന്നു. പക്ഷെ അത് 17 മിനിറ്റ്സ് ലോങ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഈ ഗെയിം എന്നത് ഏത് 2 കാർഡ് എടുത്താലും അതിനകത്ത് ഉറപ്പായിട്ടും ഒരു സിമ്പിൾ എപ്പോഴും മാച്ചിങ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ മാച്ചിങ് സിമ്പിൾ കണ്ടുപിടിച്ച് വിളിച്ചു പറയുക എന്നതാണ് ഈ ഗെയിം. 5 വ്യത്യസ്ത രീതിയിൽ ഈ ഗെയിം കളിക്കാൻ പറ്റും. ഇനി ഗെയിം ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ലെറ്റ്സ് ഗോ. ഡോബിളിൽ ഏതെങ്കിലും 2 കാർഡുകൾ എടുക്കുമ്പോൾ അതിൽ ഒരേ നിറത്തിലും ആകൃതിയിലുള്ള ഒരു സിമ്പിൾ എപ്പോഴും മാച്ചിങ് ആയിരിക്കും. പക്ഷെ വലിപ്പം മാത്രം വ്യത്യാസപ്പെടും. അതായത് ചെറുതോ വലുതോ ആകാം. ഈ ഗെയിം 5 രീതിയിലാണ് കളിക്കാൻ പറ്റുക. പക്ഷെ ലക്ഷ്യം എന്നത് ഒന്നാണ്, അതായത് മാച്ചിങ് സിമ്പിൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് വിളിച്ചു പറയുക. ആദ്യ വേരിയന്റിൽ പ്ലെയേഴ്സ് ഒരു കാർഡ് വീതം ഫേസ് ഡൗൺ ആയിട്ട് കൊടുക്കണം. ബാക്കി ഡെക്ക് മധ്യത്തിൽ ഫേസ് അപ്പ് ആയിട്ട് വെക്കണം. ഗെയിം തുടങ്ങാൻ പ്ലെയേഴ്സ് ഒരേ സമയം അവരുടെ കാർഡ് തുറന്നു വെക്കണം. അവരുടെ കാർഡിനും മധ്യത്തിലുള്ള ടോപ്പ് കാർഡിനും ഇടയിൽ മാച്ചിങ് ആയിട്ടുള്ള സിമ്പിൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. നമുക്കിനി ഓരോ പ്ലെയേഴ്സിനും മാച്ചിങ് ആയിട്ടുള്ള സിമ്പിൾസ് ഏതാണെന്ന് നോക്കാം. ആദ്യ പ്ലെയറിന് സീബ്ര ആണ് മാച്ചിങ് സിമ്പിൾ. കാറ്റ് ആണ് സെക്കൻഡ് പ്ലെയറിന്റെ മാച്ചിങ് സിമ്പിൾ. പ്ലെയർ 3ന് സ്റ്റോപ്പ് സൈൻ. എക്സ്ക്ലമേഷൻ മാർക്കാണ് പ്ലെയർ 4ന്റെ മാച്ചിങ് സിമ്പിൾ. ഇങ്ങനെ മാച്ചിങ് സിമ്പിൾ കണ്ടെത്തുന്ന ആദ്യത്തെ പ്ലെയർ അത് വിളിച്ചു പറഞ്ഞ് അവരുടെ സ്വന്തം പായിൽ വെക്കും. പുതുതായി വെളിപ്പെടുത്തിയ കാർഡായിരിക്കും പുതിയ സെന്റർ കാർഡായിട്ട് മാറുന്നത്. ഇവ യൂസ് ചെയ്ത് പ്ലെയേഴ്സ് മാച്ചിങ് സിമ്പിൾസ് കണ്ടെത്തി ഗെയിം തുടരുന്നു. സെന്റർ പൈലിലെ എല്ലാ കാർഡുകൾ എടുക്കുമ്പോൾ കളി അവസാനിക്കുന്നു. ഏറ്റവും കൂടുതൽ കാർഡുകൾ നേടിയ പ്ലെയർ ആയിരിക്കും വിജയിക്കുന്നത്. ഫസ്റ്റ് വേരിയന്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ദ വെൽ എന്ന് പറഞ്ഞ വേരിയന്റ്. ഇതിൻ്റെ അകത്ത് പ്ലെയേഴ്സ് കാർഡ്സ് കളക്ട് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് ഡിസ്കാർഡ് ചെയ്യുക എന്നതാണ് ഒബ്ജക്റ്റീവ്. ഒരു കാർഡ് സെന്ററിൽ ഫേസ് അപ്പ് ചെയ്ത് വെക്കണം. ബാക്കി വരുന്ന കാർഡ്സ് തുല്യമായിട്ട് ഫേസ് ഡൗൺ ആയിട്ട് വിതരണം ചെയ്യുക. ഇവ ഓരോ പ്ലേയേഴ്സിന് പേഴ്സണൽ ഡ്രോ പൈലായിട്ട് മാറും. ഗെയിം തുടങ്ങാനായിട്ട് എല്ലാ പ്ലേയേഴ്സും ഒരേ സമയം അവരുടെ ഡ്രോ പൈല് ഫ്ലിപ്പ് ചെയ്യണം. എന്നിട്ട് സെന്ററിലെ കാർഡിനനുസരിച്ച് മാച്ചിങ് സിമ്പിൾ കണ്ടെത്തണം. മാച്ചിങ് കണ്ടെത്തുന്ന ആദ്യത്തെ പ്ലെയർ ആയിരിക്കും അത് വിളിച്ചു പറഞ്ഞ് സെൻട്രൽ പൈല് വെക്കുന്നത്. അങ്ങനെ അവരുടെ കാർഡ്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. പുതുതായി വെച്ച കാർഡ് സെന്റർ കാർഡായിട്ട് മാറുന്നു. പ്ലെയേഴ്സ് മാച്ചിങ് സിമ്പിൾ കണ്ടെത്തി ഗെയിം തുടരുന്നു. പേഴ്സണൽ ഡ്രോ പൈൽ ആദ്യം തീർക്കുന്ന പ്ലെയർ ആയിരിക്കും ജയിക്കുന്നത്. ഹോട്ട് പൊട്ടേറ്റോയിൽ പ്ലെയേഴ്സ് ഒരു കാർഡായിട്ടാണ് ആരംഭിക്കുന്നത്. അത് അവരുടെ കയ്യിൽ ഫേസ് ഓൺ ആയിട്ട് പിടിക്കുന്നു. ഗെയിം കുറഞ്ഞത് 5 റൗണ്ടിലായിട്ടാണ് കളിക്കുന്നത്. ഓരോ റൗണ്ടിന്റെ ആരംഭത്തിൽ എല്ലാ പ്ലെയേഴ്സും ഒരേ സമയം അവരുടെ കാർഡ്സ് ഫ്ലിപ്പ് ചെയ്യും. പ്ലെയേഴ്സ് ഉള്ളം കയ്യിൽ സ്റ്റഡി ആയിട്ടാണ് ഈ കാർഡ്സ് വെക്കേണ്ടത്. പ്ലെയേഴ്സ് സ്വന്തം കാർഡ് നോക്കി മറ്റൊരു പ്ലെയറിന്റെ കാർഡിൽ നിന്ന് മാച്ചിങ് സിമ്പിൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. എന്നിട്ട് മാച്ച് കണ്ടെത്തിയ ഉടനെ തന്നെ അത് വിളിച്ചു പറഞ്ഞ് ആ പ്ലെയറിന് നൽകും. പ്ലെയറിന്റെ കയ്യിൽ 2ൽ കൂടുതൽ കാർഡുകൾ ഉണ്ടെങ്കിൽ മാച്ചിങ് കണ്ടെത്താനായിട്ട് ടോപ്പ് കാർഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ പ്ലെയർ 4 ആണ് എല്ലാ കാർഡ്സും നേടുന്നത്. ഈ രീതിയിൽ ഗെയിം തുടരുന്നു. രണ്ടാം റൗണ്ടിൽ പ്ലെയർ 2 മാച്ചിങ് കണ്ടെത്തി പ്ലെയർ 4ന് നൽകുന്നു. ഇപ്പോൾ പ്ലെയർ 1ഉം 3ഉം 4നിടയിലാണ് കളി തുടരുന്നത്. പ്ലെയർ 4 മാച്ചിങ് കണ്ടെത്തി പ്ലെയർ 1ന് നൽകുന്നു. ഇനി പ്ലെയർ 1ഉം 3നും ഇടയിലാണ് കളി തുടരുന്നത്. അവസാനം പ്ലെയർ 3 എല്ലാ കാർഡുകളും നേടുന്നു. ഈ വേരിയന്റിൽ കയ്യിൽ ഏറ്റവും കുറവ് കാർഡ്സ് ഉള്ളപ്പോഴാണ് വിജയസാധ്യത ഉള്ളത്. മിനിമം 5 റൗണ്ടെങ്കിലും കളിച്ച ശേഷം അവസാനം കുറവ് കാർഡുള്ള പ്ലെയർ ആയിരിക്കും വിജയിക്കുന്നത്.
വേരിയന്റിന്റെ പേര് പോലെ തന്നെ ഇതിൽ പ്ലെയേഴ്സ് മറ്റൊരു പ്ലെയറിന്റെ കാർഡിനും സെന്റർ കാർഡിന്റെ ഇടയിൽ മാച്ചിങ് സിമ്പിൾ കണ്ടെത്തി കാർഡ്സ് കൊടുത്തത് വഴി പണി കൊടുക്കുക എന്നതാണ് ഗെയിം. പ്ലെയേഴ്സ് ഒരു കാർഡ് വീതമാണ് ലഭിക്കുന്നത്. അത് ഫേസ് റൺ ആയിട്ട് വെക്കണം. ബാക്കി വരുന്ന കാർഡ്സ് സെന്ററിൽ ഫേസ് അപ്പ് ആയും. കളി തുടങ്ങാൻ എല്ലാ പ്ലെയേഴ്സും ഒരേ സമയം അവരുടെ കാർഡുകൾ ഫ്ലിപ്പ് ചെയ്ത് സെന്റർ കാർഡിനൊപ്പം സ്വന്തം കാർഡ് ഒഴികെ മറ്റുള്ളവരുടെ കാർഡുകൾ നോക്കി മാച്ചിങ് കണ്ടെത്തി സെന്റർ കാർഡ് എടുത്ത് ആ പ്ലെയറിന് നൽകി അങ്ങനെ കൂടുതൽ കാർഡ്സ് എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നു. ഡ്രോ പൈൽ തീരുന്നവരെ കളി തുടരുന്നു. എന്നിട്ട് ഏറ്റവും കുറവ് കാർഡുള്ള പ്ലെയർ ആയിരിക്കും ജയിക്കുന്നത്. അവസാന വേരിയൻ്റായി ട്രിപ്പിളിട്ട് മറ്റുള്ള വേരിയൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. സെറ്റപ്പ് ചെയ്യാൻ ഇതിൻ്റെ അകത്തുള്ള ഡെക്ക് ഫേസ് ഡൗൺ ആയിട്ട് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് 9 കാർഡുകൾ ഫേസ് അപ്പ് ചെയ്ത് വെക്കണം. എല്ലാ പ്ലേയേഴ്സും ഒരേ സമയം തന്നെ 3 കാർഡുകളിൽ ഒരു മാച്ചിങ് ആയിട്ടുള്ള സിമ്പിൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ആദ്യം കണ്ടെത്തുന്ന പ്ലെയർ അത് വിളിച്ചു പറഞ്ഞ് ആ കാർഡുകൾ നേടും. 3 കാർഡ്സ് പോകുമ്പോൾ എപ്പോഴും ഡ്രോപ്പാൽ നിന്ന് കാർഡ്സ് എടുത്ത് റീഫിൽ ചെയ്യണം കളി തുടരാൻ. അവസാനം 9 കാർഡ്സ് കുറവുള്ളപ്പോൾ കൂടാതെ 3 കാർഡുകളുടെ മാച്ചിങ് കണ്ടെത്താൻ കഴിയാതെ ആകുമ്പോഴാണ് കളി അവസാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാർഡ്സ് നേടിയ പ്ലെയർ ആയിരിക്കും ജയിക്കുന്നത്. എങ്ങനെ, സിമ്പിൾ ഗെയിം അല്ലേ? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് മേടിക്കാനായിട്ട് ഉദ്ദേശമുണ്ടെങ്കിൽ ഈ വേർഷൻ തന്നെ മേടിക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമണും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പൈഡർ, ട്രീ, ജോക്കർ, ടോർട്ടിസ് എന്നിവ. ഇതുകൂടാതെ തന്നെ വേറെ പല വേർഷൻസ് മേടിക്കാനായിട്ട് കിട്ടും, ഹാരി പോട്ടർ പോലെയൊക്കെ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള സിമ്പിൾസും പേരുകളും എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി ഈ വേർഷൻ തന്നെയാണ്. ഒരു സെറ്റ് വെച്ചിട്ട് 2 to 8 പ്ലേയേഴ്സ് വരെ കളിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സെറ്റും കൂടെ മേടിച്ചു കൂടുതൽ പ്ലേയേഴ്സായിട്ട് കളിക്കാനായിട്ട്. ഇതിൻ്റെ പാക്കേജിങ് നല്ല ക്വാളിറ്റിയാണ്. ഒരു ചെറിയ ടിൻ ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത്. If you found this video useful, please don't forget to show some love through liking, sharing and subscribing to my channel for more fun games. Happy gaming folks, goodbye.